الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. അഭിവന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തക്കോയ തങ്ങൾ അവറുകൾ, വേദിയിലുള്ള മറ്റ് ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സുപ്രധാനമായ ചരിത്രം കുറിക്കുന്ന ഒരു വേദിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് പഠിക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കാഴ്ചപ്പാടുകളും അതിൻ്റെ ദർശനങ്ങളും എത്രമാത്രം പ്രായോഗികമാണെന്നും കാലഘട്ടത്തിന് എത്രമാത്രം അനിവാര്യമാണെന്നും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രൗഢമായ സദസ്സാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സത്യത്തിൽ ഈ സദസ്സ് ഒരു ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സൗഹൃദത്തിൻ്റെയും സദസ്സായിട്ടാണ് നാം ഇതിനെ വിലയിരുത്തുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയ ദുരന്തം എന്ന് തന്നെ കാണേണ്ടുന്ന ഒരു വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശം സാക്ഷിയായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ ഇവിടെ പലവട്ടം വരികയും ദുരന്തത്തിൽ പെട്ടുപോയവർക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ വേണ്ടി അവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവരെ സമാധാനിപ്പിക്കുകയും അവരോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സഹായങ്ങളൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത്, അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇടപെടുകയും സമുദായങ്ങളോട് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ സമുദായം അവരുടെ നീണ്ട കൈകൾ ഇതിലേക്ക് നീട്ടിത്തരികയും അങ്ങനെ ഒരു ഫണ്ട് സമാഹരിക്കുകയും ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതൊരു പണ്ഡിത സംഘടനയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുക എന്നത് വളരെ നിർബന്ധമായതുകൊണ്ട് തന്നെ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വളരെ സമാധാനത്തോടുകൂടി തന്നെ നിങ്ങളെ അറിയിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കാരണവശാലും ഈ ഫണ്ട് മറ്റൊരു വിധത്തിൽ തിരിമറിയാക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള കണക്കുകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഏർപ്പാടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉണ്ടാവുകയില്ല. കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിട്ടില്ല. ഏതൊരു ഫണ്ട് ഞങ്ങൾ സമാഹരിക്കുമ്പോഴും ആ ഫണ്ടിനെ വിനിയോഗിക്കുന്നത് ഇന്ന നിലക്കാണ് എന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയും അത് അങ്ങനെ തന്നെ നിർവഹിക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ നിർബന്ധമായ കടമയാണെന്ന് ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടും വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യമായിട്ട് തന്നെയാണ് ഇവിടെ അത് വിനിയോഗിക്കുന്നത്. ഇവിടെ വെച്ച് ഏതാനും ആളുകൾക്ക് സഹായ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് അതിന്റെ ആധികാരികമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട കൺവീനർ ഇവിടെ നിങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ഘട്ടമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സഹായ വിതരണത്തിന്റെ മറ്റ് ഘട്ടങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സദസ്സ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന സദസ്സാണ്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ സമുദായത്തിന്റെ എല്ലാ വിശ്വാസ ആചാര കാര്യങ്ങളിലും വളരെ കൃത്യനിഷ്ഠതയോടുകൂടി പാലിക്കേണ്ടതാണെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം
മറ്റ് സമുദായ അംഗങ്ങളോട് ഏത് രൂപത്തിൽ പെരുമാറണം, അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുകൂടി പ്രകടമാക്കുന്ന ഒരു മഹത്തായ സദസ്സ് കൂടിയാണ് ഈ സദസ്സ്. ഇവിടെ ഇതര സമുദായ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർ പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ആ പ്രയാസത്തിൽ അകപ്പെട്ട ഇതര മത സമുദായ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ യഥാർത്ഥ രൂപം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടി നിർവഹിക്കുന്നത്. ഇത് ഈ സമയത്ത് മാത്രമല്ല, ഞങ്ങൾ ഇതിന്റെ മുമ്പും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഇതേ രീതി തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പോകാനും ബഹുമാനപ്പെട്ട സമസ്ത പ്രതിജ്ഞാബദ്ധമാണ്. ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും തന്നെ വളരെ സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോകാം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതേ ഒരു അവസ്ഥ ഈ വേദിയിൽ മാത്രമല്ല, എല്ലാ സമയത്തും നാം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും ഈ രാജ്യത്തിന്റെ സ്നേഹവും ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കും എന്നുകൂടി ഈ വേദിയിലൂടെ നമുക്ക് പ്രതിജ്ഞ എടുക്കാം എന്നുകൂടി ഞാൻ ഇവിടെ പ്രത്യേകം ഊന്നിപ്പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റേതായ ഒരു പരീക്ഷണത്തിലൂടെ ഒരു ദുരന്തം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പരിശുദ്ധ ഇസ്ലാമിന് പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളുടെ ഒരു സാമ്പിൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും MT ഉസ്താദും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന റഹ്മത്ത് എന്ന് പറയുന്ന ആ കാരുണ്യത്തിലൂടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സൗഹൃദവും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ നാം വളരെ പ്രതിജ്ഞാബദ്ധമായി കൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നുകൂടി സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് സഹായിച്ചവരെ ഒക്കെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി ഈ സ്റ്റേജിൽ വെച്ച് അതിന്റെ